നമ്മളൊക്കെ ഇന്ന് ആസ്വദിച്ച് കഴിക്കുന്ന മധുര പലഹാരമായ മൈസൂർ പാക്കിൻ്റെ ഉത്ഭവമെന്ന് നോക്കാം. 19-ാം നൂറ്റാണ്ടിൽ മഹാരാജ കൃഷ്ണരാജ വേടയാർ നാലാമൻ്റെ ഭരണകാലത്ത് മൈസൂർ കൊട്ടാരത്തിലെ രാജകീയ അടുക്കളയിലാണ് മൈസൂർ പാക്കിൻ്റെ ഉത്ഭവം. മധുര പലഹാരം കണ്ടുപിടിച്ചതിന് ബഹുമതി ലഭിച്ച രാജകീയ പാചകക്കാരനായ കാകാസുര മാടപ്പയാണ് ഈ മധുര പലഹാരമായ മൈസൂർ പാക്ക് സൃഷ്ടിച്ചത്. പയറുപൊടി, പഞ്ചസാര, നെയ്യ് എന്നിവ ഉപയോഗിച്ചാണ് ഈ മധുര പലഹാരം നിർമ്മിച്ചത്. രുചിയിൽ ആകൃഷ്ടനായ രാജാവ് അതിന് മൈസൂർ നഗരത്തിൻ്റെ പേര് നൽകി. ഈ രാജകീയ പാചകക്കാരൻ പയറുപൊടിയും നെയ്യും പരീക്ഷിച്ചു നോക്കുന്നതിനിടെ അബദ്ധത്തിൽ മൈസൂർ പാക്ക് സൃഷ്ടിച്ചതായി പറയപ്പെടുന്നു. എന്നാൽ മഹാരാജ കൃഷ്ണരാജ വോഡയാർ നാലാമൻ രാജാവ് പുതിയ മധുര പലഹാരം ഇഷ്ടപ്പെടുകയും കന്നഡയിലുള്ള മൈസൂർ നഗരത്തിൻ്റെ പേര് ഇതിന് നൽകുകയും ചെയ്തു. അങ്ങനെ മൈസൂർ പാക്ക് ഒരു ജനപ്രിയ മധുര പലഹാരമായി മാറി. ഉത്സവങ്ങളിലും വിവാഹങ്ങളിലും മറ്റാഘോഷങ്ങളിലും വിളമ്പുകയും ഒടുവിൽ കർണാടകയുടെ പാചക അഭിമാനമായി മാറുകയും ചെയ്തു.